സത്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ ഒരുപാട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് മറ്റൊരാളോട് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഒരു ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആരെയോടാണോ പകയുള്ളത്, കുടുംബക്കാരോടായാലും നാട്ടുകാരോടായാലും ആരോടായാലും നേരെ വന്നിട്ട് അവരെ കുറേ പച്ചത്തെറി വിളിക്കുക. ഇതാണിപ്പോൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ പക വീട്ടുന്നതിന് വേണ്ടിയിട്ട് ആരെയും എന്തും വിളിച്ച് പറയും. ഇപ്പോൾ പറയുന്നത് ജസ്ന സലിമിനെ കുറിച്ചിട്ടാണ്. ആ പുള്ളിക്കാരത്തി നമ്മുടെ മാന്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചെറിയ കുട്ടിയായ സ്മൃതി, വിവാഹം പോലും കഴിച്ചിട്ടുള്ള കുഞ്ഞു കുട്ടിയാണ്. ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവളുടെയൊക്കെ മകളാവാനുള്ള പ്രായമൊക്കെ ഉള്ളൂ അതിന്. അപ്പോൾ മകള് അല്ലെങ്കിൽ കുഞ്ഞനിയത്തി ആവാനുള്ള പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൊച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞ അപഖ്യാതി എത്രയെന്ന് വെച്ചാൽ പെറ്റ തള്ള പോലും ക്ഷമിക്കില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത്, സ്മൃതി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കരുത്, ക്ഷമിക്കരുത്, നേരെ കേസ് കൊടുക്കണം. അതുപോലെ താൻ പോയ ഏത് ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരിലും കൊടുക്കണം, കംപ്ലൈൻറ്റ് കൊടുക്കണം. ആ ഒരു ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പിന്നെ യൂട്യൂബിനുള്ളിലുള്ള വെറും ഒരു ഫൈറ്റായിട്ട് കാണരുത്. കാരണം ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലാവചനങ്ങൾ പറയുന്ന ആളുകൾക്ക് നല്ല ദണ്ഡന കൊടുത്തേ മതിയാവൂ. അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആശയപരമായിട്ട് നമുക്ക് ഒരു പരിധിവരെ മാത്രമേ പോകാൻ കഴിയൂ. കാരണം ഈ ഒരു ലേഡിയെ കുറിച്ചിട്ട് സ്മൃതിക്ക് ഒന്നും അറിയില്ല. ഇവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തും പറയും. എത്ര കള്ളങ്ങൾ വേണേലും ഇവർ വിളിച്ച് പറയും. സ്മൃതിക്കത് വിഷയമൊന്നും അല്ലെന്നറിയാം. കാരണം സ്മൃതി നല്ല തൻ്റെ ഉള്ള കുട്ടിയാണ്. പക്ഷേ എന്നാൽ പോലും പലപ്പോഴും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മലം വാരി ദേഹത്ത് തേച്ച് കഴിയുകയാണെങ്കിൽ തേച്ച് തരുന്ന ആളിന് നാറ്റം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ ഒരു നാറ്റം ദേഹത്ത് മൊത്തം നമ്മൾ അതിനെ സഹിച്ച് നടക്കേണ്ടി വരും. നമ്മുടെ കൈ കൊണ്ട് നമുക്കതിനെ ഇങ്ങനെ കഴുകി കളയാനും പറ്റില്ല, എന്നാൽ ആ ഒരു നാറ്റം സഹിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലായി പോവും. അതുകൊണ്ട് സ്മൃതിയോട് പറയാനുള്ളത്, പേടിച്ച് പിന്നോട്ട് മാറി വീഡിയോ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ടാറ്റാ.